പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാജേശ്വരി കാവേരിയുടെ കൂടെ ഇരുന്ന് കണക്കുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അതിനിടെ കണക്കിൽ 5000ന്റെ കുറവുണ്ടെന്നും അത് ആസിഫ് എടുത്തതാണെന്നും കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ലെന്ന് കാവേരി പറയേ രാജേശ്വരി ആസിഫിനെ അങ്ങോട്ട് വിളിക്കുക. അവനങ്ങോട്ട് എത്തുമ്പോഴേക്കും കഴിഞ്ഞ മാസം നീ എടുത്ത 5000 രൂപയുടെ കണക്കെവിടെയെന്ന് രാജേശ്വരി ചോദിക്കുന്നുണ്ട്. അത് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും വാങ്ങിക്കാൻ എടുത്തതാണെന്ന് ആസിഫ് പറയേ അതിനൊക്കെ വേറെ കണക്കുണ്ട്, കണക്കെല്ലാം കൃത്യമാണ് മാഡം എന്ന് കാവേരി. എങ്കിൽ ട്രാവൽസിന് കൊടുക്കാൻ എടുത്തതായിരിക്കും ആന്റി എന്ന് ആസിഫ് പറയേ അതും ഞാൻ നോക്കി, അതും കൃത്യമാണെന്ന് കാവേരി. എങ്കിൽ പിന്നെ എന്ന ആലോചനയോടെ ആസിഫ് നീക്ക് ഒരു മാസം മുമ്പത്തെ കാര്യമല്ലേ, അതുകൊണ്ട് ഓർമ്മ കിട്ടുന്നില്ലായിരിക്കും എന്ന് രാജേശ്വരി. എന്നവൻ ചിരിയോടെ സമ്മതിക്കേ സാരമില്ല, ഇന്ന് വൈകിട്ട് വരെ സമയമുണ്ട്. എന്നിട്ട് മസിക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് 5000 രൂപ കട്ട്. കാവേരി അതൊന്ന് ഓർമ്മിച്ചോണേ എന്ന് കാവേരിയോടായി പറയുമ്പോഴേക്കും ഉറപ്പായിട്ടും മാഡം, ആസിഫിനെ പോലെ എനിക്ക് മറവിയൊന്നുമില്ലെന്ന് കാവേരിയും. രാജേശ്വരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ആസിഫ് കാവേരിയോടായി അവിടെ എന്താ എഴുതുന്നേ എന്ന് ചോദിക്കുക. ആസിഫിന്റെ ശമ്പളത്തിൽ നിന്ന് 5000 രൂപ കട്ട് ചെയ്യുന്ന കാര്യം, 5000 രൂപയുടെ കാര്യം ആസിഫിന് ഓർമ്മ വരുന്നില്ല എന്ന കാര്യം എനിക്ക് ഓർമ്മ വേണ്ടേ എന്ന് കാവേരി പറയേ അയ്യോ, ഇവിടെ വരവ് ചെലവ് കണക്കുകളിലൊക്കെ ചെറിയ വ്യത്യാസം വരും എന്ന് വെച്ച് ശമ്പളമൊന്നും കട്ട് ചെയ്യാറില്ല ആന്റി, അതൊരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്ന് ആസിഫ് ചിരിയോടെ പറയേ ഇനി അങ്ങനെ പറ്റത്തില്ലല്ലോ ആസിഫെ, പണത്തിന്റെ കാര്യത്തിൽ തമാശയൊന്നുമില്ല, കണക്ക് കണക്കായിരിക്കണം, മാഡത്തിന് വിളിക്കണോ ഞാൻ എന്ന് കാവേരി ചോദിക്കുമ്പോഴേക്കും അയ്യോ വേണ്ടായേ എന്ന് പറഞ്ഞവൻ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാ. കേട്ടു നിൽക്കായിരുന്ന നിവിനും ആസിഫിനെ തന്റെ അടുത്തേക്ക് വിളിച്ച് ഇങ്ങോട്ട് വാടാ, അതേ കള്ളനെ കൈയോടെ പിടിക്കുമെന്ന് നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഭാഗ്യത്തിനെ നിന്റെ ജോലി തെറിച്ചില്ല. അല്ലട മോനെ ഇപ്പൊ എന്തു പറയുന്നു എന്ന് നിവിൻ ചോദിക്കേ രക്തയക്ഷി, നരക പിശാച്, ശൂർപ്പണക എന്നൊക്കെ ആസിഫ് ദേഷ്യത്തോടെ പറയുന്നത് കേൾക്കേ കാവേരിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നീ ഇടിച്ചു പാരത്തും ഞാൻ എന്ന് നിവിനും ദേഷ്യത്തോടെ പറയുകയാ. അവള് നീയുമായിട്ട് പ്രേമത്തിലാണെന്ന് ആന്റിയോട് പറയട്ടെ ഞാൻ എന്ന് ആസിഫ് ചോദിക്കേ അതെ അത് സമയമാകുമ്പോ ഞാൻ നിന്നോട് തന്നെ പറയും, ഇപ്പൊ എനിക്ക് അങ്ങോട്ടേ ഉള്ളൂ, ലവ് അവൾക്ക് തിരിച്ച് ഇങ്ങോട്ട് തോന്നട്ടെ, അപ്പൊ നീ പോയി പറയുന്നു നിവിനും. ഒന്ന് പോടവിടുന്ന്. ബാക്കിയുള്ളവൻ 5000 രൂപയുടെ കണക്കെങ്ങനെ ഒപ്പിക്കുമെന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു ഓഞ്ഞ പ്രണയം. ഒന്ന് മാറടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ആസിഫ് അവിടെ നിന്ന് പോവുക. ഓടാ എന്ന് അവനോടായി പറഞ്ഞ് ജോലി ചെയ്യുന്ന കാവേരിയെ സ്നേഹത്തോടെ നോക്കി നിന്നുകൊണ്ട് റിസോർട്ട് നടത്താനൊക്കെ അറിയാം, കൊള്ളാം, അപ്പൊ അമ്മയെക്കാളും ഇടുക്കിയ എന്ന് പറഞ്ഞ് നോക്കി നിൽപ്പാ. അവിടെ സ്നേഹതീരത്തിൽ ഗസ്റ്റുകൾക്കുള്ള ബെഡ്റൂം എല്ലാം ഒന്നുകൂടി റെഡിയാക്കി കൊണ്ടിരിക്കുക ഗംഗ. അപ്പോഴാണ് നിള വിനീതേട്ടനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്ന് ഇതാ ഗസ്റ്റുകൾക്കുള്ള മെയിൻ ബെഡ്റൂം എന്ന് ചോദിക്കാൻ വിനീത് എല്ലായിടവും ഒന്ന് നോക്കിക്കൊണ്ട് ആഹാ പൊളിച്ചല്ലോ എന്ന് പറഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ ചിരിയോടെ നിൽക്കുന്ന ഗംഗയെ കാണുന്നത്. എന്നിട്ടും അമ്മ ഇതുവരെ സമ്മതിച്ചില്ലെന്ന് നിള പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന അമ്മയും എങ്ങനെ സമ്മതിക്കാനാ വിനീതെ, ഇവരുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളാൻ പറ്റോ, പുറത്തുനിന്നുള്ള ആൾക്കാരെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാന്ന് വെച്ചാ എങ്ങനെയാന്ന് ശാരദ ചോദിക്കേ അതിലൊക്കെ ഇപ്പോ പുതുമയുണ്ടോ അമ്മായി, നമ്മുടെ പുഷ്പവാടിയിൽ തന്നെ എത്ര പേരിപ്പോ ഹോം സ്റ്റേ നടത്തുന്നുണ്ടെന്ന് അറിയാമോ അമ്മായിക്ക് എന്ന് ചോദിക്കേ എല്ലാരും ഇതൊക്കെ നടത്തുന്നു വെച്ച് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ മോനെ, മോനെ മരുന്ന് കിട്ടിയായിരുന്നോ എന്ന് അമ്മായി ചോദിക്കേ കിട്ടി അമ്മായി എന്ന് പറഞ്ഞ് അവനാ മരുന്ന് അമ്മായിക്ക് കൊടുക്കുക. എന്തിനുള്ള മരുന്ന് അമ്മയെന്ന് ഗംഗ ചോദിക്കേ തലവേദനയ്ക്കുള്ളതാടി, എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ഗംഗ. രാത്രി മുഴുവൻ നല്ല തലവേദനയായിരുന്നടി, രാവിലെ വിനീത് വിളിച്ചപ്പോ ചോദിച്ചു ഇങ്ങോട്ട് പോരുന്നുണ്ട് വല്ലതും കൊണ്ടുവരണമെന്ന്. അപ്പോഴാ മരുന്നിന്റെ കാര്യം ഓർമ്മ വന്നത്, നിന്നോട് പറഞ്ഞാലും നീ പോയി വാങ്ങിച്ചു കൊണ്ടുവരണമല്ലോ എന്നമ്മ പറയുന്നത് കേൾക്കേ മരുന്നിന്റെ കാര്യമല്ല തലവേദനയുടെ കാര്യമാ ഞാൻ ഉദ്ദേശിച്ചെന്ന് ഗംഗ. എന്തായാലും കാര്യം അറിഞ്ഞാ പോരെ മോനെ, ഊണ് കഴിഞ്ഞിട്ട് പോയാ മതി കേട്ടോ എന്ന് പറഞ്ഞ് അമ്മായി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ തുടങ്ങുന്നേരം അമ്മായി കടയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു എന്ന് വിനീത്. അതെ ജോലി ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, എന്തായാലും ഊണ് കഴിക്കാനുള്ള സമയം വേണമല്ലോ, അതിവിടെ ചിലവായിക്കോട്ടെ കേട്ടോ, എത്ര കാലമായി ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അമ്മായി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുക. വിനീത് അപ്പോഴേക്കും ഗംഗ പറഞ്ഞ എംബ്രോയിഡറി ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഗംഗയ്ക്ക് കൊടുക്കുകയാ. ഇവിടൊന്നും കിട്ടാനില്ലായിരുന്നു, ടൗണിൽ പോയി എടുത്തയാണെന്ന് വിനീത് പറയാ. അല്ല എത്ര രൂപയായി എന്ന് ഗംഗ. ഇതിന്റെ പണം കൊടുക്കാൻ വേണ്ടിയിട്ടേ വീടിന്റെ ആധാരം പണയം വെച്ചേക്കുവാ, കൃത്യം തുക ഓർമ്മയില്ല, വേണമെങ്കിൽ ബാങ്കിൽ ചോദിച്ചിട്ട് പറയാം. അവൻ പറയുന്നത് കേൾക്കെ ഗംഗയും ഒരു ചെറിയ ചിരിയോടെ അവിടെ തന്നെ നിൽക്കും. അപ്പോഴേക്കും വിനീതേട്ടനെ ആ ബെഡിലേക്ക് പിടിച്ചെടുത്തി വിനീതേട്ടാ നമ്മുടെ ഹോം സ്റ്റേയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം എന്ന് പറയേ അതൊക്കെ നമുക്ക് അമ്മായിയോട് പറഞ്ഞ് ശരിയാക്കാമെന്ന് വിനീത്. എംബ്രോയിഡറിയുടെ സാധനങ്ങളെല്ലാം എടുത്തു നോക്കുകയായിരുന്ന ഗംഗയോടായി ഹോം സ്റ്റേക്ക് പേരെന്തെങ്കിലും കണ്ടുപിടിച്ചായിരുന്നോ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. അരവിന്ദൻ ആൻഡ് ഡോട്ടേഴ്സ് എങ്ങനെയുണ്ട് എന്ന് ഗംഗ ചോദിക്കേ കുറച്ച് നീണ്ടുപോയില്ലേ എന്ന് വിനീത്. നമുക്ക് അരവിന്ദൻ ആൻഡ് ഡോട്ടേഴ്സിൽ പോയി താമസിച്ചാലോ എന്നൊന്നും ഗസ്റ്റ് പറയില്ല, ഹോം സ്റ്റേയുടെ പേരൊക്കെ കുറച്ച് ചെറുതായിരിക്കണം, നല്ല ക്യൂട്ടായിട്ടുള്ള എന്ന് പറഞ്ഞ ആലോചനയോടെ ഇരുന്ന് ഗംഗ കോട്ടേജ് എങ്ങനെയുണ്ട് എന്ന് വിനീത് ചോദിക്കുക. അത് കേൾക്കേ ഗംഗ ദേഷ്യത്തോടെ അവനെ നോക്കുമ്പോൾ നല്ല പേരല്ലേ, പറയാനും എളുപ്പം, കേൾക്കുമ്പോൾ ഒരു ക്യൂട്ട്നെസ്സും ഒക്കെ ഉണ്ട് എന്നവൻ പറയേ അതിഷ്ടമാവാതെ ഒന്നും മിണ്ടാതെ ഗംഗയ റൂമിൽ നിന്ന് ഇറങ്ങി പോകും. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു എന്ന് വിനീത് നിലയോടായി പറയേ ചേച്ചിക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടപ്പെട്ടില്ല, എന്റെ പേരിട്ട എന്താ കുഴപ്പം, നീള കോട്ടേജ് ക്യൂട്ടല്ലേ ഷോർട്ടല്ലേ എന്നവൾ ചോദിക്കേ ഇട്ടോ ആര് പറഞ്ഞു വേണ്ടെന്ന് എന്ന് വിനീതേട്ടന് ചോദിക്കുന്നുണ്ട്. എന്നാ അങ്ങനെ ഇപ്പൊ ഇടുന്നില്ല എന്നവൾ പറയേ പിന്നെ എന്ന് വിനീതും.
കാവേരിയേച്ചിയും യമുനേച്ചിയും വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഏത് പേരാ ഇടേണ്ടതെന്ന് എന്ന് നിള. രാത്രിയാവുമ്പോൾ നിളയും കാവേരിയും യമുനയും ഗംഗയും കൂടി മുറ്റത്തിരുന്ന് ഹോം സ്റ്റേക്ക് എന്ത് പേരിടണമെന്ന ആലോചനയില്ല. ഹോം സ്റ്റേക്ക് എന്റെ പേരിടാമെന്നാ വിനീതേട്ടൻ പറഞ്ഞതെന്ന് നിള പറയും. പോടി, എന്റെ പേരിടാനല്ലേ പറഞ്ഞേ എന്ന് ഗംഗയും. അത് കേൾക്കെ യമുനയും വിനീതേട്ടനോട് ചോദിച്ച ഈ ലോകത്തുള്ള സകലത്തിനും ഗംഗച്ചിയുടെ പേരിടാനേ പറയും. അതിലെ വലിയ പുതുമയൊന്നുമില്ലെന്ന് പറയേ. എന്റെ പൊന്നോ വിട്ടേക്ക്, അറിയാതൊന്നു പറഞ്ഞു പോയതാ എന്ന് ഗംഗയും. ശരി, ഇപ്പൊ ഓരോ റൂമിനും ഓരോരുത്തരുടെ പേരിടാം. ഗംഗച്ചിയുടെയും നിളയുടെയും പേര് തൽക്കാലം ഇപ്പോഴത്തെ റൂംസിനിടാം. ഹോം സ്റ്റേ വലുതായി കൂടുതൽ റൂമുകൾ വരുമ്പോൾ മറ്റുള്ളവരുടെ പേരുമിടാം. കാവേരി കോട്ടേജ്, യമുന കോട്ടേജ് എന്ന് കാവേരി പറയുന്നത് കേൾക്കെ അയ്യോ, അപ്പോ അച്ഛനെ വിട്ടുകളഞ്ഞോ എന്ന് സങ്കടത്തോടെ. അച്ഛൻ മാത്രമല്ല അമ്മയും അച്ഛമ്മയും എല്ലാം ഓരോ കോട്ടേജിന്റെ പേരിൽ വരും. നമ്മൾ റൂമുകൾ അങ്ങ് പണിത് കൂട്ടാൻ പോവില്ലേ? എന്നാലും ഹോം സ്റ്റേക്ക് മൊത്തത്തിലൊരു പേര് വേണമല്ലോ എന്ന് കാവേരി പറയേ. നമ്മുടെ 4 പേരുടെയും പേരുകൾ ഒരുമിച്ചുള്ളതായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് യമുന പറ. അത് പോയിന്റ് എന്ന് കാവേരി പറയേ. നദികളുടെ പേരല്ലേ അച്ഛൻ നമുക്ക് ഇട്ടിട്ടുള്ളത്? 4 നദികളും കൂടി ചേരുമ്പോ മഹാനദി അതായാലോ എന്ന് ഗംഗേച്ചി ചോദിക്കുന്നത് കേൾക്കെ. അത് പൊളി, മഹാനദി ഹോം സ്റ്റേ, തകർപ്പൻ പേര് എന്ന ആവശ്യത്തോടെ കാവേരിയും പറയും. അതെ അതെ, ഇതെന്തായാലും പൊളിക്കുമെന്ന് സന്തോഷത്തോടെ യമുനയും. എന്നാ ഇപ്പൊ തന്നെ ഞാൻ വിനീതേട്ടനെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് നിള മൊബൈൽ എടുക്കുമ്പോഴേക്കും അതൊക്കെ നമുക്ക് പിന്നീട് സമാധാനമായിട്ട് പറയടിയെന്ന് കാവേരി. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ പറയണമെന്ന് പറഞ്ഞവൾ വിനീതേട്ടനെ വിളിക്കുക. അവിടെ തയ്യൽക്കടയിൽ ജോലിയിലായിരുന്നു വിനീത്. അവൻ കോളെടുത്തുകൊണ്ട് പറ കാവേരി, എന്താ രാത്രിയിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കേ. കാവേരി ചേച്ചി അല്ല വിനീതേട്ടാ, നിളയാ എന്ന് നിള പറയേ. ആ പറഞ്ഞു നിളക്കുട്ടി എന്ന് വിനീതു. വിനീതേട്ടാ, നമ്മുടെ ഹോം സ്റ്റേക്ക് ഒരു പേര് കണ്ടുപിടിച്ചു, മഹാനദി എന്നവൾ പറയുന്നത് കേൾക്കേ. മഹാനദി കൊള്ളാലോ എന്ന് വിനീതു. മഹാനദി ഹോം സ്റ്റേ എന്ന് യമുന വിളിച്ചു പറയുമ്പോഴേക്കും എങ്ങനെയുണ്ട് വിനീതേട്ടാ എന്ന് നിളയും. പൊളിച്ചു, തകർത്തു, കിടുക്കി എന്നൊക്കെ വിനീതേട്ടൻ പറയുന്നത് കേൾക്കേ. വിനീതേട്ടൻ ഹോം സ്റ്റേക്ക് ഗംഗച്ചിയുടെ പേര് വെക്കാൻ പറഞ്ഞില്ല, അതിന്ന് തോന്നിയ ഒരു ഐഡിയ ആണെന്ന് യമുനയും പറയുന്നുണ്ട്. നന്നായി എന്ന് വിനീത് പറയും. പിന്നെ വിനീതേട്ടാ, ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞ് നിള എന്തൊക്കെയോ കാര്യങ്ങൾ വിനീതിനെ പറഞ്ഞേൽപ്പിക്കുകയാണ്. വിനീതിനോട് സംസാരിച്ചു നിർത്തുമ്പോഴേക്കും കാവേരിയും എല്ലാവരോടുമായി ചോദിക്കുന്നുണ്ട്, അല്ല ആ തോട്ടത്തിന്റെ കാര്യം നമ്മളങ്ങ് വിട്ടുകളഞ്ഞല്ലേ എന്ന്. ഏത് തോട്ടത്തിന്റെ കാര്യമാണെന്ന് യമുന ചോദിക്കും. അച്ഛൻ നമ്മളെ ഒരു 5 ഏക്കർ തോട്ടം കൊണ്ടുപോയി കാണിച്ചില്ലേ, അതച്ഛൻ മേടിച്ചതാണെന്നല്ലേ പറഞ്ഞത് എന്ന് കാവേരി ചോദിക്കേ. ജയപാലൻ അങ്കിൾ പറഞ്ഞത് അച്ഛൻ തോട്ടത്തിന് വേണ്ടി കാശൊന്നും കൊടുത്തിട്ടില്ലെന്നാ എന്ന് ഗംഗേച്ചിയും പറയുന്നുണ്ട്. അച്ഛൻ അങ്ങനെ കള്ളം പറയില്ലല്ലോ എന്ന് യമുന ചോദിക്കേ. സത്യം അറിയണമെങ്കിൽ തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനി നമ്മൾ വൈകിക്കേണ്ട ഗംഗേച്ചി. എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ അച്ഛന്റെ ചോരയുടെ വിലയാ ആ തോട്ടം. നമ്മൾ മക്കളായിട്ട് അത് മറക്കരുതെന്ന് കാവേരി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് രാവിലെ ആകുമ്പോൾ വിനീത് ഒരു ഫ്ലക്സുമായി അങ്ങോട്ട് വന്ന് പുറകിൽ ഒളിപ്പിച്ചു പിടിച്ച് നിളയെന്ന് നീട്ടി വിളിക്കുകയാണ്. പറമ്പിലായിരുന്ന യമുനയും വിനീതിന്റെ വിളി കേട്ട് വിനീതേട്ടനോ വിനീതേട്ടാന്ന് വിളിച്ച് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഇതെന്താ വിനീതേട്ടാ എന്ന് ചോദിക്കേ. നിളയെ വിളിച്ചെന്ന് വിനീതും. യമുന അകത്തേക്ക് നോക്കി നിളയെന്ന് നീട്ടി വിളിക്കുമ്പോഴേക്കും എന്താടി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ എന്ന് ചോദിച്ച് ഗംഗയും സീറ്റോട്ടിലേക്ക് വരുമ്പോഴേക്കും മുറ്റത്ത് നിൽക്കുന്ന വിനീതേട്ടനെ കാണുന്നു. അപ്പോഴേക്കും നിളയും അങ്ങോട്ട് ഓടി വന്ന് ആരാ എന്നെ വിളിച്ചേ എന്ന് ചോദിക്കേ. വിനീതേട്ടൻ പറഞ്ഞിട്ടാ വിളിച്ചേ, നിനക്ക് തരാനേ കാര്യമായിട്ട് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് യമുന പറയേ. നിളയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാ, പക്ഷേ ആദ്യമായിട്ട് ഇത് തുറന്നു നോക്കുന്നത് നിളക്കുട്ടിയാവുന്നതാണ് സന്തോഷം എന്ന് വിനീത് പറയേ. എന്നാ നമുക്കിത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആക്കിയാലോ എന്ന് നിള ചോദിക്കും. ഒന്ന് പോ അവിടുന്ന്, ഇതെന്താണെന്നറിയാനുള്ള ഒരു ആകാംക്ഷയില് ശ്വാസം മുട്ടി നിൽക്കുക ഇവിടെ. അപ്പോഴും അവളുടെ ഒരു അൺബോക്സിംഗ് വീഡിയോ എന്ന് ദേഷ്യത്തോടെ യമുന. ചേച്ചി, എന്റെ വ്ളോഗൊക്കെ കുറച്ചു നാളായി മുടങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചേച്ചി തന്നെയാ സമാധാനം പറയേണ്ടത് എന്ന് നിള പറയുമ്പോഴേക്കും വിനീത് ആ ഫ്ലെക്സ് നിവർത്തുക. മഹാനദി ഹോം സ്റ്റേ എന്ന പേരും അവരുടെ വീടിന്റെ ഒരു ഫോട്ടോയും വെച്ച ഫ്ലെക്സ് ആയിരുന്നു അത്. കാണേ ഗംഗയും സന്തോഷത്തോടെയും ചിരിയോടെയും അത് നോക്കി നിൽക്കേ. വിനീതും ഒരു നിമിഷം സ്നേഹത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കേ. നീതേട്ടാ, ഇതൊക്കെ എപ്പോ എന്ന് യമുന സന്തോഷത്തോടെ ചോദിക്കേ. ചിരിയോടെ നിൽക്കുന്ന ഗംഗയോടായി നന്നായിട്ടില്ലേ എന്ന് വിനീത് ചോദിക്കും. പിന്നെ പൊളിച്ചില്ലേ എന്ന് യമുന പറയേ. ഒന്നും പറയാനില്ല വിനീതേട്ടാ, സൂപ്പർ എന്ന് നിളയും. അപ്പോൾ നമ്മൾ ശരിക്കും തുടങ്ങാൻ പോവുക എന്ന് നിള ചോദിക്കേ. തുടങ്ങാൻ തീരുമാനിച്ചതല്ലേ, പേരും നിശ്ചയിച്ചു, ഇനി എന്തിനാ വൈകിക്കുന്നേ? ഹോം സ്റ്റേ തുടങ്ങിയ കാര്യം എല്ലാവരും അറിയണ്ടേ, സ്കൂൾ ജംഗ്ഷനിലും ഒരു ബോർഡ് വെക്കുന്നുണ്ട് എന്നവൻ പറയേ. ഗംഗ ചുറ്റുപാടും നോക്കിക്കൊണ്ട് ഇതിപ്പോ എവിടെ വെക്കുക എന്ന് ചോദിക്കും. ഇതിപ്പോ റോഡിൽ കൂടി വരുന്ന വണ്ടികൾക്കെല്ലാം കാണാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കണം എന്നവൻ പറയേ. ചുറ്റും നോക്കിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇതേ അവിടെ വെച്ചാലോ എന്ന് യമുന ചോദിക്കുന്നത് കേൾക്കേ. അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ നിൽക്കുകയാണ് ഗംഗയും. അത് ശ്രദ്ധിക്കുന്ന വിനീതും നിക്ക് മോളെന്ന് നിലയെ തടഞ്ഞ് ദേ അവിടെ നന്നായിരിക്കില്ലേ എന്ന് ഗംഗ പറയുന്നത് ശ്രദ്ധിക്കുക. അവൾ ചൂണ്ടിക്കാണിച്ച സ്ഥലം നോക്കിക്കൊണ്ട് അതെ അവിടെയാ നല്ലതെന്ന് സന്തോഷത്തോടെ വിനീത് പറയും. അല്ലെന്നേ ഇവിടെയാ നല്ലതെന്ന് യമുനയും വാശി പിടിക്കും. ഇവിടെ നല്ലതാ, പക്ഷെ അവിടെ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് ഗംഗ പറഞ്ഞിടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിനീത് അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഗംഗ പറഞ്ഞ ആ സ്ഥലത്തെ മരത്തിൽ
വിനീത് യമനുടെയും നിളയുടെയും സഹായത്തോടു കൂടി ആ ഫ്ലെക്സ് വെക്കുമ്പോഴേക്കും സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുന്ന ഗംഗയിലേക്കും അവൻ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് ആ ഫ്ലെക്സ് അവിടെ വെക്കുകയും ഗംഗയും പ്രണയത്തോടെ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പ. അപ്പോഴാണ് ശാരദ അങ്ങോട്ട് വന്ന് എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. എന്താ നമ്മ നോക്ക് എന്ന് നിള പറയേ. കണ്ടോ കൊള്ളാല്ലേ എന്ന് യമുനയും ചോദിക്കും. അതുകൾക്ക് ശാരദയും ആ ഫ്ലെക്സ് നോക്കിക്കൊണ്ട് എന്താ വിനീത ഇത്, ഇവരുടെ വർത്താനം കേട്ട് നീയും തുള്ളാനിരിക്കും എന്ന് വഴക്ക് പറയേ. അല്ല, കുട്ടികൾ ആഗ്രഹിച്ചതല്ലേ അമ്മായി എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. കുട്ടികൾ കോലുമിഠായിയോ ബലൂണോ ആഗ്രഹിക്കുന്നത് പോലെയാണോ ഇത്? നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യത്തിനു വേണ്ടി എന്തിനു വെറുതെ പണം ചിലവാക്കുന്നു എന്നമ്മായി ചോദിക്കേ. ആര് പറഞ്ഞമ്മായി നടക്കാത്ത കാര്യമാണ്? ഈ പുഷ്പവാടിയിൽ എത്ര ഹോം സ്റ്റേ ഉണ്ടെന്ന് വിനീതു. പുഷ്പവാടിയിൽ ഒരുപാട് ഹോം സ്റ്റേ ഉണ്ടായിരിക്കും, പക്ഷേ 6 പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ, അങ്ങനെയുള്ളൊരു വീട്ടിൽ എങ്ങനെയാ അന്യരെ കയറ്റി താമസിപ്പിക്കുന്നത് എന്നമ്മായി ചോദിക്കേ. അതൊന്നും പ്രശ്നമല്ല അമ്മായി, ഞാനില്ലേ ജീവനുള്ള കാലം വരെ ഈ വീടിനും നിങ്ങൾക്കും കാവലായി ഞാനുണ്ടാവും എന്നവൻ പറയുന്നത് കേൾക്കെ ഗംഗയും സ്നേഹത്തോടെ അവനെ തന്നെ നോക്കി നിൽപ്പാ. എന്റെ പൊന്നമ്മായി ഞാൻ പറയുന്നത് കേൾക്കും പറഞ്ഞ് വിനീത് അമ്മായിയെ ഓരോന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രണയത്തോടെ ചിരിയോടെ നോക്കിക്കൊണ്ട് നിൽപ്പാ ഗംഗയും. അവളുടെ ആ നിൽപ്പ് സംസാരത്തിനിടയിൽ വിനീതും ശ്രദ്ധിക്കുന്നു. ഒടുവിൽ ഒരു വിധം അവൻ അമ്മായിയെ കൊണ്ട് സമ്മതിപ്പിച്ച് ചിരിയോടെ ഗംഗയെ നോക്കുമ്പോഴേക്കും അവളും ചിരിയോടെ അവനെ താങ്ക്സ് പറയുകയാണ്. അവിടെ റിസോർട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു കാവേരിയും. അങ്ങോട്ടെത്തുന്ന ആസിഫും ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ ചോദിക്കും, ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്ന് കാവേരി ഒരു 3000 രൂപ വേണം മാർക്കറ്റിൽ പോവാൻ എന്ന് പറയുമ്പോഴേക്കും കാവേരി കാശെടുത്ത് എണ്ണി നോക്കിക്കൊണ്ട് ആസിഫിന് കൊടുക്കാനായി തുടങ്ങി. വീണ്ടും എണ്ണി നോക്കുന്നത് കണ്ട് എന്റെ കാവേരി അത് ഞെക്കി കീറല്ലേ എന്ന് ആസിഫ്. പക്ഷല്ലേ കണക്ക് തരരുതെന്ന് പറഞ്ഞ് അവൾ ആ കാശ് അവന് കൊടുത്തുകൊണ്ട് ബുക്കിൽ എഴുതി വെക്കുക. പണം നോക്കി ചിലവാക്കണേ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അവൾ പറയേ ചിരിയോടെ. അത് പിന്നെ എനിക്കറിയില്ല എന്ന് ആസിഫ്. ഇതിൽ എഴുതിയിരിക്കുന്ന 5000 രൂപ ഇതുവരെ വെച്ചിട്ടില്ല. 3000 കൂടിയായ ഈ മാസത്തെ ശമ്പളം നെഹി എന്ന് പറഞ്ഞാൽ നെഹി എന്നവൾ തീർത്തു പറയേ. ഏത് നേരത്താണാവോ എന്ന് പറഞ്ഞ് ആസിഫ് ആ ക്യാഷുമായി പോവുക. സമയത്താണ് റിസോർട്ടിലേക്ക് പുതിയ ഗസ്റ്റുകൾ വരുന്നത്. കാവേരിയെയും ചീത്ത വിളിച്ച് അങ്ങോട്ടെത്തുന്ന ആസിഫിനോടായി ഉണ്ടോ എന്ന് അവർ ചോദിക്കേ. അകത്തോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ആസിഫ് അവരെ അകത്തോട്ട് കയറ്റി വിടുക. അവർ റിസപ്ഷനിലേക്ക് എത്തുമ്പോഴേക്കും കാവേരി എഴുന്നേറ്റ് വെൽക്കം ടു ടീ കപ്പ് റിസോർട്ട്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കുക. റൂം ഇറുക്കാ എന്നയാൾ ചോദിക്കേ. ഓ നിങ്ങ തമിഴാ? ഇருக்கு സാർ എന്ന് ചിരിയോടെ കാവേരി. മച്ച് ഫോർ എ റൂം എന്നയാൾ ചോദിക്കേ. 12,000 പ്ലസ് ടാക്സ് എന്ന് കാവേരി. ഒരു റൂമുക്കാ എന്നയാൾ ചോദിക്കേ. ആമാ സാർ എന്ന് കാവേരി. വേണ്ട അന്ത അളവുക്കൊന്നും നമുക്ക് പണം കിടയാതെ പോവാം എന്ന് അയാളുടെ ഭാര്യയും പറയുന്നു. ഉള്ളി വണ്ടേ എന്നയാൾ വീണ്ടും ചോദിക്കേ. ആമാ സാർ സോറി ഇங்கே റേറ്റ് ഇപ്പിടിതാൻ ഇருக்கு എന്ന് കാവേരി പറയേ. ആങ്കോ വേറെ എങ്കാവത് പോവാമെന്ന് അയാളുടെ വൈഫും പറയുക. ഇവിടെ വേറെ ഏതെങ്കിലും ഇടമുണ്ടോ റേറ്റ് കുറച്ച് കമ്മിയായത്, ഹോം സ്റ്റേ പോലെ എന്നയാൾ ചോദിക്കേ. കാവേരിയും സന്തോഷത്തോടെ തങ്ങളുടെ ഹോം സ്റ്റേയുടെ കാര്യം ഓർത്തെടുത്ത് ഇருக்கு സാർ ഇവിടെ അടുത്തു തന്നെ, എന്റെ വീട് ഇവിടെ അടുത്താണ്, എന്റെ വീട് ഹോം സ്റ്റേ ആക്കിയിട്ടുണ്ട് അവൾ പറയേ. ഉള്ള സ്ഥലമാണോ എന്ന് അയാളും ചോദിക്കുക. അതെ സാർ എല്ലാ സൗകര്യവും ഉണ്ട്, സ്പേഷ്യസ് റൂം, എക്സലന്റ് ആംബിയൻസ്, ഫാമിലി ഫുഡ് എല്ലാത്തിനും ഞാൻ ഗ്യാരണ്ടി. സൂപ്പറായിരിക്കുമെന്ന് അവൾ പറയേ. പോയി നോക്കാമെന്ന് അയാളുടെ വൈഫും പറയും. അഡ്രസ് പറ എന്നയാൾ കാവേരിയോടെ പറയേ. സാർ നിങ്ങൾ വരുന്ന വഴിയിൽ ഒരു സ്കൂൾ കണ്ടി, ഇങ്ങോട്ട് പോയാൽ മതി, റിസീവ് ചെയ്യാൻ മഹാനദിയിൽ നിന്ന് ആള് വരും എന്നവൾ പറയുന്നത് കേൾക്കെ സംശയത്തോടെ. മഹാനദിയോ എന്നയാൾ. ആ മഹാനദി, എന്റെ ഹോം സ്റ്റേയുടെ പേരാ അത് എന്നവൾ പറയേ. ഓക്കെ പാക്കലാം എന്ന് പറഞ്ഞവർ നടന്നു നീങ്ങുമ്പോഴേക്കും സന്തോഷത്തോടെ ഇരിക്കുന്ന കാവേരിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗസ്റ്റുകളെ റിസീവ് ചെയ്യാനായി ഗംഗ വഴിയിൽ കാത്തു നിൽക്കുന്നതും അങ്ങോട്ടെത്തുന്ന വിനീത് അവളെയും കൂട്ടി ബൈക്കിൽ വരുന്ന പ്രണയസുന്ദര നിമിഷങ്ങളുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.